ഞാൻ ഡോക്ടർ ഐറിൻ, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റൻറ്റ് മാനേജർ വെറ്റിനറി ആയിട്ട് 11 years ആയിട്ട് വർക്ക് ചെയ്ത് വരുന്നു. ഇവിടെ വരുന്ന ആനിമൽസിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ഡിസീസ് ഫ്രീ ആണെന്നും ഹെൽത്തി ആണെന്നും സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സ്ലോട്ടറിലേക്ക് എടുക്കുന്നത്. MPയുടെ പുതിയ സ്ലോട്ടർ ഹൗസ് ആണ് നമ്മൾ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 200 ആനിമൽസ് പെർ ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ലോട്ടർ ഹൗസാണ്. അത് ഒരു ഹൈടെക് മോഡേൺ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുള്ള ഒരു സ്ലോട്ടർ ഹൗസ് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ISO സർട്ടിഫിക്കേഷൻ, HACCP സർട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ആനിമൽസിനെ ഇവിടെ സ്ലോട്ടർ ചെയ്യുന്നതും നമ്മൾ മീറ്റ് ആക്കുന്നതും. MPയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രോസസ്സിംഗ് ആണ്. സോ ദ ആനിമൽസിനെ ഹ്യൂമെയിൻ മെത്തേഡിലാണ് നമ്മളിവിടെ സ്ലോട്ടർ ചെയ്യുന്നത്. ആനിമൽസിനെ നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് റെപ്യൂട്ടഡ് സപ്ലയേഴ്സ് ഉണ്ട്, നമുക്ക് ഫാംസ് ഉണ്ട്. ഇവിടെ രണ്ടിൽ നിന്നുമാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. ഈ ആനിമൽസിനെ നമ്മൾ കൊണ്ടുവരുന്നത് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും. MPയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെയിറ്റ് അനലൈസ് ചെയ്യും ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ഉണ്ട്. വേറെ വെറ്റിനറി ഡോക്ടറായ ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാരും അതൊരു ഇൻസ്പെക്ഷൻ നടത്തും. നമ്മൾ ആനിമൽ ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ സ്ലോട്ടറിന് എടുക്കുന്നത്. കൂടാതെ ഡെഡ് ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആനിമൽസിനെ ഒന്നും തന്നെ നമ്മൾ ഈ സ്ലോട്ടറിന് അലൗ ചെയ്യുകയില്ല. ആനിമൽസ് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അതിനൊരു ട്രാൻസ്പോർട്ടേഷൻ സ്ട്രെസ് ഉണ്ടായിരിക്കും. ആ സ്ട്രെസ്സ് റിലീവ് ചെയ്ത് നമ്മളൊരു 6 hours അല്ലെങ്കിൽ 12 hours അതിന് റെസ്റ്റ് കൊടുത്ത് അതിന് ആഡ്ലിബിഡമായിട്ട് വെള്ളം ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ലോട്ടറിലേക്ക് ആനിമലിനെ കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോർട്ടിസോൾ ലെവൽസ് ഒക്കെ കുറഞ്ഞ് ആനിമൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെയാണ് സ്ലോട്ടറിന് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് കാരണം തന്നെ മീറ്റിൽ വളരെയധികം ക്വാളിറ്റി ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ആദ്യം MPA ചെയ്യുന്നത്. സ്റ്റണ്ണിങ് എന്ന് പറയുന്നത് നമ്മൾ ആനിമൽസിനെ ബോധം കെടുത്തുന്ന ഒരു പ്രൊസീജിയറാണ്. അതുവഴി ആനിമൽസ് വേദന അറിയാതെ ആണ് നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നത്. ആ പ്രോസസ്സിനാണ് സ്റ്റണ്ണിങ് എന്ന് പറയുന്നത്. സ്റ്റണ്ണിങ് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് വരും. അത് കംപ്ലീറ്റ് ബ്ലീഡിംഗ് ആണ് MPI ഫോളോ ചെയ്യുന്നത്. ഈ ബ്ലഡ് എന്തേരെ ആനിമലിൻ്റെ ബോഡിയിൽ ഇരിക്കുന്നോ അതിനനുസരിച്ച് കണ്ടാമിനേഷൻ കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബ്ലീഡിങ് തന്നെയാണ് MPI ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മീറ്റിൻ്റെ ക്വാളിറ്റി വളരെ അധികം നല്ലതായിരിക്കും. ബ്ലീഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ്സുകളൊക്കെ വരുന്നത്. എല്ലാം ഓൺലൈൻ പ്രോസസ്സാണ്. ഒന്നും തന്നെ നമ്മൾ നിലത്തിട്ട് ചാണകത്തിൻ്റെ അകത്തോ അങ്ങനെയൊന്നും അല്ല നമ്മൾ പ്രോസസ്സിങ് വരുന്നത്. വേസ്റ്റ് ഒന്നും തന്നെ നമ്മുടെ ഫ്ലോറുകളിൽ വരുന്നില്ല. എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്താണ് പോകുന്നത്. നോർമലി നമ്മൾ പുറത്തുനിന്നൊക്കെ സ്ലോട്ടർ ചെയ്ത് വരുന്നത് നമ്മൾ അന്നേരം തന്നെ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും MPയിൽ സ്ലോട്ടർ ചെയ്യുന്ന ആനിമൽസ് നമ്മളൊരു 6 hours അല്ലെങ്കിൽ 12 hours നമ്മളൊരു ഏജിങ് പീരീഡ് അതിന് കൊടുക്കാറുണ്ട്. ഈ ഏജിങ് ഓർ കണ്ടീഷനിങ് ഇസ് ഡൺ. നമുക്ക് മസിൽ എന്ന് പറഞ്ഞ് ജീവനുള്ളപ്പോൾ അത് മസിലാണ്. അത് മീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയധികം പ്രോസസ്സുകൾ നടന്നിട്ടാണ് ഈ മീറ്റിലേക്ക് ആകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചില്ലിങ് റൂമിൽ ഒരു 0 to 4 degrees Celsius 6 to 12 hours കാക്കസ് ഇട്ടാലാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത്. ആ പ്രോസസ്സിൽ നമ്മൾ ഇതിൻ്റെ pH കുറയുകയാണ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് pH എന്ന് പറയും. അതൊരു നോർമൽ മസിലിലുള്ള 6.8 എന്നുള്ള pH 5.5 ആയാലാണ് ഈ മസിലിൻ്റെ ടെക്സ്ചർ ആൻഡ് ജ്യൂസിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പുറത്തുള്ള മീറ്റിനേക്കാളും MPയുടെ മീറ്റിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. MPയുടെ മീറ്റ് കൂടുതൽ ജ്യൂസിയാണ്. ടെക്സ്ചർ വൈസ് ഓൾസോ ഇറ്റ്സ് മോർ സോഫ്റ്റ് ആൻഡ് ടെൻഡർ. അതുകൊണ്ട് തന്നെ നമുക്ക് ച്യൂയിങ് പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിരിക്കും. ഈ ഒരു ഏജിങ് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ആ മീറ്റിലേക്കുള്ള കൺവേർഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഈ ജ്യൂസിനെസ് ആൻഡ് ടെക്സ്ചർ നമുക്ക് മീറ്റിൽ കിട്ടുന്നത്. അത് തന്നെയാണ് MPയുടെ ഹൈലൈറ്റ് ഇൻ പ്രൊസീജിയർ. ഈ ഒരു 6 hours അല്ലെങ്കിൽ 12 hours പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഫുള്ളായിട്ട് കിടക്കുന്ന കാക്കസ് നമ്മൾ ഡീബോണിങ്ങിനായിട്ട് എടുക്കുന്നത്. ഈ മീറ്റാണ് നമ്മൾ കൃത്യമായ താപനില സൂക്ഷിച്ചുകൊണ്ട് ചില്ലിങ് കണ്ടീഷനിൽ തന്നെ മീറ്റ് ആൻഡ് ബൈറ്റ് ഷോറൂമിലേക്ക് എത്തിച്ച് അവിടുത്തെ ചില്ലറിൽ ഫില്ല് ചെയ്യുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വളരെ ഹെൽത്തി ആയിരിക്കും ഇങ്ങനെ നമ്മൾ മീറ്റ് കഴിക്കുമ്പോൾ. സാധാരണ നമ്മൾ മസിൽ കഴിക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു മീറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുകയില്ല. MPയുടെ കസ്റ്റമേഴ്സ് നിന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. വളരെ ക്വാളിറ്റി ഉള്ള മീറ്റാണെന്നുള്ളത് നമ്മൾ അസർട്ടൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോസസ്സ് നടത്തുന്നത്.
വളരെ ഹൈജീനിക് ആണ്, ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നു.